അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തെ 7ാമത്തെ പാഠമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അദ്ദറസു സാബിഅ അബ്വാബുർ റഹ്മത്തി. ഉസ്മാനും ഉപ്പയും മസ്ജിദിലെത്തി. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി സുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് ചൊല്ലി വലതുകാൽ വെച്ച് മസ്ജിദിൽ കയറി. ഇഖാമത്ത് വിളിച്ചു. ഉസല്ലി ഫർദ് സ്വലാത്തി ഇശാഅൻ 4 റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഇ ലില്ലാഹി തആല മഅൽ ഇമാമി. ഇശാ എന്ന ഫർദ് നിസ്കാരം 4 റകഅത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഇമാമോട് കൂടെ അദാആയി അല്ലാഹു തആലക്ക് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് തക്ബീർ ചൊല്ലിക്കൊണ്ട് ചുമലിനു നേരെ കൈ ഉയർത്തി. നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആഉൽ ഇഫ്തിതാഹ് ചൊല്ലി. ഇമാം ഉച്ചത്തിൽ ഫാത്തിഹ ഓതി. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇമാമിനോടൊപ്പം എല്ലാവരും ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. എല്ലാവരും പതുക്കെ ഫാത്തിഹ ഓതി. ഇമാം ഉച്ചത്തിൽ സൂറത്തും ഓതി. എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടു. ഇമാം തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി. ശേഷം റുക്കൂ ചെയ്തു. സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് ഉയർന്നു. 2 സുജൂദും ഇടയിലെ ഇരുത്തവും നിർവഹിച്ചു. 2ാം റകഅത്തിൽ സുജൂദുകൾക്കു ശേഷം ഇരുന്നു. അത്തഹിയ്യാത്തും ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദും എന്നതുവരെ സ്വലാത്തും ചൊല്ലി. 4ാം റകഅത്തിൽ 2 സുജൂദുകൾക്ക് ശേഷം അത്തഹിയ്യാത്തും പൂർണ്ണ സ്വലാത്തും ദുആവും ചൊല്ലി. ശേഷം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് വലതുഭാഗത്തേക്കും ശേഷം അപ്രകാരം പറഞ്ഞ് ഇടതുഭാഗത്തേക്കും മുഖം തിരിഞ്ഞു സലാം ചൊല്ലി. ദിക്ർ ചൊല്ലി ശേഷം ഇമാം ദുആ ചെയ്തു. എല്ലാവരും ആമീൻ പറഞ്ഞു. സുന്നത്ത് നിസ്കരിച്ചു. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി സുനൂബി വഫ്തഹ് ലി അബ്വാബ ഫളിക എന്ന് ചൊല്ലി ഇടതുകാൽ വെച്ച് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങി. ഉസ്മാൻ: സുബ്ഹ് നിസ്കാരത്തിനും ഉപ്പയുടെ കൂടെ ഞാൻ വരും. ഉമ്മയോട് സലാം ചൊല്ലി. ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഹർജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന എന്ന് ചൊല്ലി അവർ വീട്ടിൽ കയറി. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക. അതിൻ്റെ അർത്ഥം, അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൻ്റെ വാതിലുകൾ എനിക്ക് തുറക്കണമേ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് കടക്കാം. തദ്രീബാത്ത്. ഉത്തരം എഴുതുക. ക്വസ്റ്റ്യൻ 1. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ഏതു കാൽ ആദ്യം വെക്കണം? ആൻസർ: വലതുകാൽ. ക്വസ്റ്റ്യൻ 2. ഇശാഇൻ്റെ നിയ്യത്ത് എഴുതുക. ആൻസർ: യുസല്ലി ഫർദ് സ്വലാത്തി ഇശാഇൻ 4 റകഅത്തി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ക്വസ്റ്റ്യൻ 3. ഇമാമിനൊപ്പം എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞതെന്ത്? ആൻസർ: ആമീൻ. ക്വസ്റ്റ്യൻ 4. 1ാമത്തെ അത്തഹിയ്യാത്തിനു ശേഷം ചൊല്ലേണ്ട സ്വലാത്ത് ഏത്? ആൻസർ: അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ എന്നതുവരെ. 5ാമത്തെ ക്വസ്റ്റ്യൻ. സലാമിനു ശേഷം ഇമാം എന്തു ചെയ്തു? ആൻസർ: ദിക്ർ ചൊല്ലി ശേഷം ഇമാം ദുആ ചെയ്തു. അടുത്തത് ദിക്റുകൾ എഴുതുക. ക്വസ്റ്റ്യൻ 1. മസ്ജിദിൽ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി സുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക. ക്വസ്റ്റ്യൻ 2. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ എന്തു ചൊല്ലണം? ആൻസർ: ബിസ്മില്ലാഹി വലജിന വബിസ്മില്ലാഹി ഹർജിന വഅലല്ലാഹി റബ്ബിന തവക്കൽന. ക്വസ്റ്റ്യൻ 3. മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? ആൻസർ: ബിസ്മില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ അല്ലാഹുമ്മ ഗ്ഫിർ ലി സുനൂബി വഫ്തഹ് ലി അബ്വാബ ഫളിക. അടുത്തത് തഖ്സീസ്. ഉസ്മാനും ഉപ്പയും മസ്ജിദിൽ പോയ സംഭവം വിവരിക്കുക. ലിൽ കിതാബത്തിൽ ഇലാഫിയസ്. അതിൻ്റെ ആൻസർ:
ഉസ്മാനും ഉപ്പയും മസ്ജിദിലെത്തി. സിക്ർ ചൊല്ലി വലത് കാൽ വെച്ച് മസ്ജിദിൽ കയറി. ഇഖാമത്ത് വിളിച്ചു. ഇശാ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്ത് ഇമാമിനോട് കൂടെ നിസ്കാരത്തിൽ പ്രവേശിച്ചു. തക്ബീർ ചൊല്ലിക്കൊണ്ട് ഇരുചുമലിനു നേരെ കൈ ഉയർത്തി. നെഞ്ചിനും പൊക്കിളിനുമിടയിൽ കൈ കെട്ടി ദുആ ഇഫ്തിതാഹ് ചൊല്ലി. ഇമാം ഫാത്തിഹ ചൊല്ലുന്നത് ശ്രദ്ധിച്ച് കേട്ടു. ഇമാമിനോടൊപ്പം ഉച്ചത്തിൽ ആമീൻ പറഞ്ഞു. അവർ പതുക്കെ ഫാത്തിഹ ഓതി. ഇമാം ഉച്ചത്തിൽ സൂറത്തും ഓതി. അവർ ശ്രദ്ധിച്ച് കേട്ടു. ഇമാം തക്ബീർ ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി. ശേഷം റുക്ഊ ചെയ്ത് നിസ്കാരം പൂർത്തീകരിച്ച ശേഷം സിക്ർ ചൊല്ലി ഇമാം ദുആ ചെയ്തു. അവർ ആമീൻ പറഞ്ഞ് സുന്നത്ത് നിസ്കരിച്ചു. ഇടതുകാൽ വെച്ച് സിക്ർ ചൊല്ലി മസ്ജിദിൽ നിന്നും പുറത്തിറങ്ങി. ഉമ്മയോട് സലാം ചൊല്ലി സിക്ർ ചൊല്ലി വീട്ടിൽ കയറി. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്രീബാത്തും അവസാനിച്ചിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടുത്തൊരു വീഡിയോയുമായി ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.